സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-1 വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നു. ബൈബിളുള്ളവർ എടുത്ത് വായിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ച് ഇരിക്കുക. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കടം വാങ്ങുവാനിടയായി. കടം വീട്ടുവാൻ കഴിയാതെ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് ഇവിടെ അറിയാൻ കഴിയില്ല. കടമെല്ലാം ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ഓഹരിയായിട്ട് കൊടുത്തിട്ട് മരിക്കുവാനിടയായി. എത്ര ഭയങ്കരമായ അവസ്ഥയാണ്. ഇന്നുള്ള മനുഷ്യരുമുണ്ട്. മരിച്ചതായ സമയത്തും ഭാര്യയ്ക്കും മക്കൾക്കും കഷ്ടത കൊടുത്തിട്ട് മരിക്കുന്നവരുണ്ട്. ഭാര്യയെയും മക്കളെയും കോടതിയിൽ കയറ്റിയിറക്കുന്ന ആളുകളുണ്ട്. എത്രയോ രീതിയിലാണ് ഈ കാലത്ത്. തെറ്റ് ചെയ്തത് ഒരാളാണെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മറ്റൊരാളായിരിക്കും. അങ്ങനെ അനുഭവിക്കുന്നതായ എത്രയോ ആളുകൾ ഈ കാലത്തുണ്ട്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നവർ. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ മക്കളുടെ മുൻപിൽ വെച്ച് കലഹമുണ്ടായിരിക്കുകയാണെങ്കിൽ മക്കളുടെ മനസ്സെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല, മക്കൾക്കേ അറിയൂ അത്. എടാ, നിന്റെ അമ്മ പറഞ്ഞാണോ കറക്റ്റ്, ഞാൻ പറഞ്ഞാണോ കറക്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഇടം കണ്ണാണോ വലം കണ്ണാണോ നല്ലതെന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? ഏത് കണ്ണാണ് വേണമെന്ന് പറയുന്നത്? അതുപോലെ അമ്മയെയും അപ്പനെയും ഒരുപോലെ തന്നെ മക്കൾക്കിഷ്ടമാണ്. മാതാപിതാക്കൾ ഐക്യതയോടെ ജീവിക്കുന്ന കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. മോൻ പാസ്സായില്ല എന്ന് പറഞ്ഞ് നീ കുറ്റം പറയുമ്പോൾ നീ ചിന്തിക്കുക, അവന്റെ മുൻപാകെ നീ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവന് പഠിക്കുവാനുള്ളതായ സമാധാനവും സ്വസ്ഥതയും എങ്ങനെ കിട്ടും? പിന്നെന്തിനാണ് നീ അവനെ വഴക്കു പറയുന്നത്? പാവം, ഇയാൾ കടം വരുത്തി വെച്ചിട്ട് മരിക്കാനിടയായി. 2 ആൺമക്കൾ. കടക്കാർ വന്നിട്ട് പണമടയ്ക്കൂ എന്ന് പറയുമ്പോൾ ഇവന്റെ വീട്ടിൽ എന്താണ് കെട്ടുവാനുള്ളത്? വീട്ടിൽ വിലപിടിപ്പുള്ളതായ സാധനങ്ങൾ ഒന്നും തന്നെയില്ല. പൊന്നോ വെള്ളിയോ ഒന്നും തന്നെയില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കടം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. വിലപിടിപ്പുള്ളത് ഒന്നുമില്ല. അതുകൊണ്ട് നിന്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോവുകയാണ് എന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ ആ മാതാവ് കരഞ്ഞുകൊണ്ട് ദേവദാസിന്റെ അരികിൽ ചെന്നു. എന്താണ്? ദേവദാസിന്റെ അരികിൽ ചെന്നിട്ട് തങ്ങളുടെ സങ്കടത്തെ അവനോട് പറയുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത് നോക്കൂ. 2 വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ഞാൻ എന്തു സഹായം ചെയ്തു തരണമെന്ന് ചോദിച്ചു. അതൊന്നുമല്ല, 1,00,000 രൂപ എനിക്ക് കടം തരുമോ എന്നാണ് ചോദിച്ചത്. പല ദൈവദാസന്മാരും എനിക്ക് കത്തെഴുതാറുണ്ട്. ദൈവദാസ, ഞാൻ ഒരു ചെറിയ പാസ്റ്ററാണ്, ചർച്ച നടത്തുകയാണ്, എനിക്ക് സഹായം എന്തെങ്കിലും അയച്ചു തരണമെന്ന്. എന്താണ്? എൻ്റെ വേഷമൊക്കെ കണ്ടിട്ട് ഞാൻ കോടീശ്വരനാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ശരിയാണെന്നാൽ ഞാൻ കോട്ടിട്ട ഒരു കോടീശ്വരൻ മാത്രം അല്ല. എൻ്റെ കോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും 2 സാധനങ്ങൾ. മുഷിഞ്ഞ 2 തൂവാലകൾ മാത്രമായിരിക്കും. അവ എൻ്റെ മുഖം തുടയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ ലഭിക്കില്ല. എന്നാൽ എൻ്റെ വേഷവിധാനം കണ്ടാൽ അങ്ങനെ തോന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വർഗീയ പിതാവിൻ്റെ പുത്രൻ്റെ ദാസനാണ്. ഞാൻ കീറിപ്പറഞ്ഞ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് പൊട്ടിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങളോട് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചത് മതി. ഞങ്ങളെയും അങ്ങനെയാക്കാനാണ് നോക്കുന്നത്. ഞങ്ങളും സഞ്ചിയായിട്ട് നടക്കണമോ, മറ്റുള്ളവരോട് ചോദിക്കണമോ എന്ന് ചോദിക്കില്ലേ? നമ്മൾ സ്വർഗീയ പിതാവിന്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് ശ്രേഷ്ഠതയോടെ ജീവിക്കണം. വില കൂടിയ വസ്ത്രം ധരിച്ചില്ലെങ്കിലും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നോക്കണം. ആഡംബരങ്ങൾ നമുക്ക് ആവശ്യമില്ല. എന്നാൽ നമുക്കൊരു ചിട്ടയായ ജീവിതം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവദാസന്മാരോട് പണം ചോദിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. ദൈവദാസന്മാരോട് പണം ചോദിക്കേണ്ട കാര്യമില്ല. ദൈവദാസന്മാരോട് എന്താണ് ചോദിക്കേണ്ടത്? പ്രാർത്ഥനാ സഹായമാണ് ചോദിക്കേണ്ടത്. ഏത് സഹായമാണ് ചോദിക്കേണ്ടത്? പ്രാർത്ഥനാ സഹായമാണ് ചോദിക്കേണ്ടത്. പ്രാർത്ഥനാ സഹായത്തിൽ കവിഞ്ഞ വചന പ്രബോധനം നമുക്ക് ആവശ്യമാണ്. നമുക്കുണ്ടാകുന്നതായ രോഗങ്ങളിൽ 100-90% രോഗങ്ങളും നമ്മുടെ അവിവേകം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? രോഗം വരുമ്പോഴെല്ലാം പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ തന്നെയാണ്. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? രോഗമുണ്ടാകില്ലേ? ധാരാളം ശുദ്ധജലം കുടിക്കാതെ നടന്നാൽ നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകില്ലേ? മദ്യം കുടിക്കരുതെന്ന് പറയുമ്പോൾ വയറ് നിറച്ച് ചാരായം കുടിച്ച് നടന്നാൽ നിനക്ക് നെഞ്ചിന് വേദന ഉണ്ടാകില്ലേ?
നിനക്ക് രക്തസമ്മർദ്ദം ഉണ്ടാകില്ലേ, ഞരമ്പ് ബ്ലോക്ക് ആകത്തില്ലേ, കോപിക്കരുതെന്ന് പറയുമ്പോൾ ബുറ 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 എന്ന് പറഞ്ഞ് കോപിക്കുമ്പോൾ നിനക്ക് BP ഉണ്ടാകില്ലേ, ഷുഗർ ഉണ്ടാകത്തില്ലേ, രക്തസമ്മർദ്ദം കൂടി പക്ഷപാതം വന്നിട്ട് കൈയും കാലും തളർന്നു പോകില്ലേ? അതാണ് നോക്കേണ്ടത്. മദ്യം കുടിക്കുവാൻ പാടില്ല എന്ന് ഉപദേശിക്കുമ്പോൾ അതിനെ വിപരീതമായിട്ട് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടി ഉണ്ടാകാതിരിക്കുമോ? എന്താണ് സംഭവിക്കുന്നത്? നാം കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചാണ് ചില രോഗങ്ങൾ ഉണ്ടാകുന്നത്. തിന്നാൻ പാടില്ലാത്തത് തിന്നുന്നു, തിന്നേണ്ടതായ ആഹാര സാധനം നമ്മൾ തിന്നുന്നതുമില്ല. അതാണ്. നിങ്ങൾ ഇലക്കറി കൂട്ടാറുണ്ടോ? പച്ചക്കറികളിൽ പണ്ടൊക്കെ ഇലക്കറികളായിരുന്നു ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്നുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? ഇലക്കറികൾ നിങ്ങൾ കൂട്ടാറുണ്ടോ? മത്തയില, ചീര, അങ്ങനെയുള്ളത് കഴിക്കാറുണ്ടോ? മോൻ കറി ചോദിക്കുമ്പോൾ എന്താണ്? ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. ഇല്ലാതെ കഴിക്കില്ല. എന്താണ് വേണ്ടത്? ചിക്കൻ വേണമെന്ന്. ചിക്കൻ കഴിച്ച് ചിക്കൻ ഗുനിയ വന്നെന്ന് പറയുന്നു. എന്താണത്? എപ്പോൾ നോക്കിയാലും മാംസാഹാരം കൂടുതൽ കഴിച്ചാൽ അത് ശരീരത്തിന് ദോഷമാകുന്നു. അതുകൊണ്ടാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് മനുഷ്യൻ അടിമയാകുന്നത്. നിന്റെ ആഹാരക്കാര്യത്തിൽ നീ ക്രമം പാലിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എലീശയുടെ അടുക്കൽ വന്നപ്പോൾ എന്തു ചെയ്തു തരണം എന്ന് ചോദിച്ചു. നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. നിന്റെ കയ്യിൽ നോക്കുക, ദൈവം എപ്പോഴും ശൂന്യതയിൽ നിന്നല്ല ദൈവം ചെയ്യുന്നത്. നിന്റെ കയ്യിൽ ഉള്ളതിനെയാണ് അനുഗ്രഹിക്കുന്നത്. മാജിക്ക് ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പറയുക, മായ ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അങ്ങനെയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. നീതിയോടെ സത്യസന്ധതയോടെ ചെയ്യുന്ന ദൈവമാണ്. അവന്റെ അനുഗ്രഹം നിന്നിലേക്ക് വരണമെങ്കിൽ നിന്റെ കയ്യിലുള്ളത് നീ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണം. 5000-ഓളം പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളും അതുപോലെ കുട്ടികളും എണ്ണുമ്പോൾ ഏകദേശം 20,000-ൽ കൂടുതൽ ആളുകൾ. അവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവർക്കെല്ലാം ആഹാരം തയ്യാറാക്കണമെങ്കിൽ ഒരുപാട് പണം ചിലവാകും. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുവാനുള്ളതായ സൗകര്യമില്ല. അപ്പോൾ കർത്താവ് എന്താണ് ചോദിച്ചത്? നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ ഒരു പയ്യൻ മുൻപോട്ട് കടന്നു വന്നു. അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. എത്ര പേരാണ് വന്നിരിക്കുന്നത്? 20,000-ഓളം ആളുകൾക്ക് 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിരിക്കില്ലേ? എന്നാൽ കർത്താവ് പറഞ്ഞു, അത് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അത് അവന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൻ അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുത്തു. അത് പങ്കുവയ്ക്കും തോറും കൂടിക്കൂടി വന്നു. എല്ലാവരും വയറ് നിറച്ച് ഭക്ഷിച്ചു. എല്ലാവരും തൃപ്തിയായിട്ട് ഭക്ഷിക്കാനിടയായി. എല്ലാവരും കഴിച്ചതിന് ശേഷം 12 കുട്ട അപ്പക്കഷ്ണങ്ങൾ ബാക്കി വരുവാനുമിടയായി. ആ ദൈവമല്ലേ നമ്മുടെ ദൈവം? എങ്കിൽ നിന്റെ വീട്ടിൽ ക്ഷാമമുണ്ടാകുമ്പോൾ എന്തു ചെയ്യുന്നു? നിനക്ക് കടഭാരമുണ്ടാകുമ്പോൾ എന്തു ചെയ്യുന്നു? നിന്റെ വീട്ടിൽ ആഹാരമില്ല എങ്കിൽ എന്തു ചെയ്യുന്നു? നിനക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ എന്തു ചെയ്യുന്നു? നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് നിന്റെ കയ്യിലുള്ളതിനെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്നുണ്ടോ? ഏലിയാവ് പറഞ്ഞു, എനിക്ക് ആദ്യം ഒരു അടയുണ്ടാക്കിയിട്ട് നീയും നിന്റെ മകനും ഭക്ഷിക്കുക എന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, യജമാനനെ, കലത്തിൽ ഒരൽപ്പം മാവും ഭരണിയിൽ അല്പം എണ്ണയുമുണ്ട്. അവസാനം ഞങ്ങൾ 2 പേരും ഒരു അപ്പം ഉണ്ടാക്കി കഴിച്ച് മരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് ഇരിക്കുകയായിരുന്നു. ഏലിയാവ് എന്താണ് പറഞ്ഞത്? ആദ്യം ഒരു അട എനിക്കുണ്ടാക്കി തരിക, അതിനുശേഷം നിങ്ങൾ കഴിക്കുക എന്ന്. അവർ വിശ്വാസത്തോടുകൂടി ആ ദൈവദാസന്റെ വാക്ക് അനുസരിച്ചു. മാവെടുത്ത് അപ്പമുണ്ടാക്കി. ആദ്യം ദൈവദാസന് കൊടുത്തു. വീണ്ടും മാവെടുത്ത് അപ്പമുണ്ടാക്കി. തന്റെ കുഞ്ഞിന് കൊടുത്തു. വീണ്ടും ഒരു അപ്പമുണ്ടാക്കി. അവളും കഴിച്ചു. അങ്ങനെ ക്ഷാമകാലം കഴിയുന്നതുവരെയും അവരുടെ കലത്തിൽ മാവ് കുറഞ്ഞു പോയില്ല. അതുപോലെ അവരുടെ ഭരണിയിൽ എണ്ണയും തീർന്നില്ല. രാവിലെ വാങ്ങിക്കും, വൈകുന്നേരം അരിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ അരിപ്പാത്രമാണോ ഉള്ളത്, അതോ അരിച്ചാക്കാണോ ഉള്ളത്? ചിലർ 4-5 ചാക്കുകളാണ് 2 മാസത്തിനെ വാങ്ങിച്ചു വെക്കുന്നത്. അതിൽ കുറച്ച് എലിയും കൊണ്ടുപോകും. ചില ആളുകൾ റേഷൻ കൊണ്ടുവന്നിട്ട് ടിന്നിലിട്ട് വയ്ക്കും. നിങ്ങൾ അരിയിട്ട് വയ്ക്കുമ്പോൾ, അതിൽ നിന്ന് അരി ആഹാരത്തിന് വേണ്ടി എടുക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ആഹാരത്തെ അനുഗ്രഹിക്കണമേ. എനിക്ക് വരുമാനം കുറവാണ്, എൻ്റെ ശമ്പളം കുറവാണ്, എൻ്റെ മക്കൾക്ക് സമൃദ്ധിയായിട്ട് ആഹാരം കൊടുക്കണം, എൻ്റെ ജോലിയെ നീ അനുഗ്രഹിക്കണമേ, വരുമാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ജീരകപ്പാട്ടയിലെ ജീരകം കുറഞ്ഞു പോകില്ല. അതുപോലെ നിങ്ങളുടെ എണ്ണ ഭരണിയാണോ അതോ പ്ലാസ്റ്റിക് ടിന്നാണോ? ഇപ്പോൾ ഭരണിയിൽ കൂടിയല്ല, നേരെ പാക്കറ്റ് കമഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് തന്നെ ഒരു ദിവസം 1 പാക്കറ്റ് തീരുവാനും ഇടയാകുന്നു.
പിന്നെ 2-ാം ദിവസം എണ്ണ തീർന്നുപോയി എന്ന് പറയും. എന്താണ്? ഭക്തിക്കും ജീവിതത്തിലെ കാര്യങ്ങൾക്കും വളരെ ബന്ധമുണ്ട്. യേശുക്രിസ്തു പകർന്നു തന്ന വിശ്വാസ ജീവിതം അത് വാക്കുകൾ കൊണ്ടുള്ളതല്ല. അതൊരു ജീവിത ശൈലിയാണ്, ഒരു ജീവിത രീതിയാണ്. നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും സംതൃപ്തിയോടെ ആയിരിക്കുവാൻ, നിനക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ തക്കവണ്ണം നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആ ദൈവം മതിയായ ദൈവമാണ്. അവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട് രക്തത്തോടുകൂടി മാംസം കഴിക്കുവാൻ പാടില്ല എന്ന്. അതുകൊണ്ട് നിന്റെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്, ഇൻഫെക്ഷനുകൾ ഉണ്ടാകാനിടയുണ്ട്. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നാം വചനം വായിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കണം. പന്നിയിറച്ചി തിന്നതിൽ കൂടി പന്നിപ്പനി വന്നിട്ടുണ്ട്. അതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ ചിക്കൻ ഗുനിയ വന്നിട്ടുണ്ട്. അതുപോലെ പന്നിപ്പനി, എലിപ്പനി, ഇങ്ങനെയുള്ളതായ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നു. ദൈവം പറഞ്ഞത് ചെയ്യരുത്, പുകവലിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നവരുണ്ടോ? ഞാൻ ബീഡി മാത്രമേ വലിക്കൂ എന്നൊരു സഹോദരൻ പറയാനിടയായി. അത് ഞാൻ കറുത്ത വിഷം കഴിക്കുകയില്ല, ചുവന്ന വിഷം മാത്രമേ കഴിക്കൂ എന്ന് പറയുന്ന പോലെയാണ്. ചിലർ പറയും ഞാൻ ബീഡിയും സിഗരറ്റും വലിക്കത്തില്ല. ഇപ്പോൾ ഒരു പാക്കറ്റ് വരുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്? ഹാൻസോ, ബീൻസോ, ജീൻസോ, എന്താണ് അത്? വായിലിട്ടിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും. അനേകം ആളുകൾക്ക് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്. എന്താണ്? പുകവലി കാരണം, ലഹരി വസ്തുക്കൾ കാരണം ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് പറയുന്നത്, പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് ആഹാരം തിന്നുവാൻ വായ തന്നു, നമുക്ക് നോക്കുവാൻ കണ്ണുകൾ തന്നു, കേൾക്കുവാൻ നമുക്ക് ചെവികൾ തന്നു. അതുപോലെ പുകവലിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ തലയിൽ ഒരു ചിമ്മിനിയും ദൈവം വെച്ചേനെയും. നമ്മൾ വലിക്കുമ്പോൾ ട്രെയിൻ എഞ്ചിൻ്റെ പോലെ ഭൂം ഭൂം എന്ന് പറഞ്ഞ് പുക പോകാൻ. അത് അനാവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. ആ പുക വലിക്കുമ്പോൾ പുക അകത്തുപോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അത് മൂക്കിൽ കൂടി വെളിയിലേക്ക് വരും. നിങ്ങൾ പച്ചവെള്ളം കുടിച്ചാൽ മൂക്കിലൂടെ വെളിയിലേക്ക് വരുമോ? ഒരിക്കലുമില്ല. എന്നാൽ നിങ്ങൾ പുകവലിക്കുമ്പോൾ അത് മൂക്കിൽ കൂടി വെളിയിലേക്ക് വരുവാനിടയാകും. അങ്ങനെ നിങ്ങളുടെ ലങ്സിനും ശ്വാസകോശത്തിനുമൊക്കെ ദോഷം സംഭവിക്കുകയും ചെയ്യുന്നു. ദൈവവചനം കേട്ടാൽ അതാണ് നമുക്ക് അനുഗ്രഹം. എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ ആരോഗ്യത്തോടെയായിരിക്കും. എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എത്രയോ തവണ പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കും. ഇപ്പോൾ നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് സ്പഷ്ടമായിട്ട്, വ്യക്തമായിട്ട് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ അത് വളരെ വ്യക്തമായിട്ട് കർത്താവിനോട് നിങ്ങൾ പങ്കുവയ്ക്കുക. ഇപ്പോൾ പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഈ സമയത്ത് നിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്നതായ നിന്റെ മക്കളെ നീ ദർശിക്കണമേ. അവരുടെ കണ്ണുനീര് നീ കാണണമേ. ഏതു കുടുംബത്തിൽ ഏത് വിഷയമാണുള്ളത്, അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭാരമാണുള്ളത്, ആർക്ക് ഏതെല്ലാം രോഗമാണ് ഉള്ളതെന്ന് നോക്കണമേ. അങ്ങനെയുള്ളതായ കുടുംബങ്ങളിൽ ഇന്ന് വലിയ വിടുതൽ കൊടുക്കണമേ. മദ്യപാനികളായിരിക്കുന്നതായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുമാറാകട്ടെ. ആർക്കാണോ കടബാധ്യതകളുള്ളത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, നീ പുതിയ വഴികൾ തുറക്കണമേ. അവരുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. സകലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണമേ. കുടുംബത്തിലെ സകല ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കുമാറാകണമേ കർത്താവേ. യൗവനക്കാർ ലക്ഷ്യമുള്ളവരായിട്ട് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരായി ജീവിക്കാതെ ശരീരത്തെ ദേവാലയമാക്കി കണ്ടുകൊണ്ട് ജീവിക്കുന്ന അനേകം യൗവനക്കാരെ ഞങ്ങളുടെ നടുവിൽ നിന്ന് നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഈ ചുറ്റുപാടുമുള്ള ദേശം സുവിശേഷീകരിക്കപ്പെടുവാൻ അനേകം ആളുകൾ കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടുവാൻ നീ സഹായിക്കണമേ. അവരെല്ലാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകാൻ സഹായിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും.
നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ